ഇപ്പോൾ അവധിക്കാലമായപ്പോൾ പല സ്ഥലങ്ങളിലും ഈ നീന്തൽ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ക്ലബ്ബുകളുടെയും സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെയായി നീന്തൽ പരിശീലനം നൽകാറുണ്ട്. കൃത്രിമമായ കുളങ്ങളുമൊക്കെ സൃഷ്ടിച്ചാണ്. ഇങ്ങനെ പാലക്കാട് കപ്പൂരിലും സമാനമായി നീന്തൽ പരിശീലനം നടക്കുകയാണ്. ഇതിൻ്റെ ആഹ്ലാദത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ട്രോമ കെയറിൻ്റെ സഹകരണത്തോടെയായിരുന്നു നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ നീന്തൽ പരിശീലനം കപ്പൂർ ജനത ഗ്രന്ഥശാല മുന്നോട്ട് വച്ചത്. ട്രോമ കെയറിലെ വിദഗ്ധർ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി. 55 കുട്ടികൾ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തു. വെള്ളക്കെട്ടിലേക്ക് അതുപോലെ കുളങ്ങളിലേക്കൊക്കെ വീണിട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനത ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാലത്തെ നീന്തൽ പരിശീലനം ഏറെ ഉപകാരപ്രദമെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറഞ്ഞു. ട്രോമ കെയർ യൂണിറ്റിന് രക്ഷാപ്രവർത്തനങ്ങൾക്കും നീന്തൽ പരിശീലനത്തിനും ആവശ്യമായ ട്യൂബുകളും ജനത ഗ്രന്ഥശാല പ്രവർത്തകർ കൈമാറി. പ്രധാനമായും കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതാണ് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് കപ്പൂർ ജനത ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. പരിശീലനം നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി. ന്യൂസ് 18 പട്ടാമ്പി.